ഒരു കഥ കേട്ടാൽ, വെറുതെ ഒരു കഥ ശ്രദ്ധിച്ചു കേട്ടാൽ നിങ്ങളുടെ ആത്മാവിന് മോക്ഷം കിട്ടുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? എന്നാൽ ഇതാണ് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ശിവപുരാണം മുന്നോട്ടുവെക്കുന്ന ഒരു അസാധാരണമായ വാഗ്ദാനം. അപ്പോ എങ്ങനെയാണൊരു കഥയ്ക്ക് ഇത്രയും വലിയൊരു ശക്തി വരുന്നത്? നമുക്കിതിലേക്ക് ഒന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. ഇതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം. ശിവപുരാണം ഇതിന് നൽകുന്ന ഉത്തരം വളരെ ലളിതമാണ്, വളരെ ഉറച്ചതുമാണ്. അതെ, സാധിക്കും. ഇതൊരു വെറും കഥയല്ല, മറിച്ച് ശ്രദ്ധയോടെ കേൾക്കുന്ന ഏതൊരാൾക്കും പാപങ്ങളിൽ നിന്ന് മോചനം നൽകി ഒടുവിൽ മോക്ഷത്തിലേക്ക് നയിക്കാൻ കഴിവുള്ള ഒരു ദിവ്യശക്തിയുള്ള ഒന്നായാണ് ഈ ഗ്രന്ഥം സ്വയം അവതരിപ്പിക്കുന്നത്. ഈ വാഗ്ദാനത്തിന് ഇത്രയേറെ പ്രാധാന്യം വരാനൊരു കാരണമുണ്ട്. അത് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടമാണ്, അതായത് കലിയുഗം. പുരാണം പറയുന്നതനുസരിച്ച് ധർമ്മം ക്ഷയിച്ച് തിന്മയും അധർമ്മവും ശക്തി പ്രാപിക്കുന്ന ഒരു കാലഘട്ടമാണത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ശിവപുരാണം ഒരു പരിഹാരമായി വരുന്നത്. പുരാണത്തിൽ പറയുന്ന കലിയുഗത്തിന്റെ അവസ്ഥ നോക്കൂ. മനുഷ്യർക്ക് ചീത്ത കാര്യങ്ങളിലാണ് താൽപ്പര്യം. സ്വന്തം മാതാപിതാക്കളെപ്പോലും വെറുക്കുന്നു. ഓരോ വിഭാഗത്തിലുള്ളവരും അവരുടെ കടമകൾ മറന്ന് സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നു. സമൂഹത്തിലാകെ ഒരു അധപ്പതനം. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ സാധാരണക്കാർക്ക് രക്ഷപ്പെടാൻ ഒരു എളുപ്പവഴി വേണ്ടേ? ഓക്കെ, അപ്പോ ഈ ശിവപുരാണം എന്ന് പറയുമ്പോൾ അതെവിടെ നിന്നാണ് വരുന്നത്? ഇതിന്റെ ഒരു വലിയ ചിത്രം മനസ്സിലാക്കാൻ നമുക്ക് പുരാണങ്ങളുടെ ലോകത്തേക്ക് ഒന്ന് പോകാം. കാരണം ഇത് ഒറ്റപ്പെട്ട ഒരു ഗ്രന്ഥമല്ല. ഇതാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ഗ്രന്ഥം, ശിവപുരാണം. 18 മഹാപുരാണങ്ങൾ എന്നറിയപ്പെടുന്ന വലിയൊരു ഗ്രന്ഥശേഖരത്തിലെ പ്രധാനപ്പെട്ട ഒന്നാണിത്. അപ്പോ എന്താണീ പുരാണം? വേദങ്ങളെപ്പോലെ ഈശ്വരനിൽ നിന്ന് നേരിട്ട് ലഭിച്ച ശ്രുതിയല്ല പുരാണങ്ങൾ. അവ സ്മൃതി എന്ന വിഭാഗത്തിലാണ് പെടുന്നത്. അതായത് ഋഷിമാരും പണ്ഡിതന്മാരും ഓർമ്മയിൽ സൂക്ഷിച്ച് തലമുറകളായി കൈമാറി വന്ന അറിവുകളും കഥകളുമാണ് ഇവ. മനുഷ്യരാൽ സമാഹരിക്കപ്പെട്ടത് എന്ന് പറയാം. പുരാണങ്ങളുടെ ലോകം വളരെ വലുതാണ്. ഒന്നോ രണ്ടോ അല്ല, 18 പ്രധാന പുരാണങ്ങൾ തന്നെയുണ്ട്. അവയാണ് മഹാപുരാണങ്ങൾ. ഈ വലിയൊരു ശേഖരത്തിലാണ് ശിവപുരാണത്തിനും അതിൻ്റേതായ സ്ഥാനമുള്ളത്. ഈ പുരാണങ്ങളെ പലപ്പോഴും സത്വം, രജസ്, തമസ് എന്നിങ്ങനെ 3 ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാറുണ്ട്. ഇതിൽ ശിവപുരാണം വരുന്നത് തമോ ഗുണത്തിന്റെ വിഭാഗത്തിലാണ്. തമസ് എന്ന് കേൾക്കുമ്പോൾ അജ്ഞത എന്ന് മാത്രമല്ല അർത്ഥമാക്കേണ്ടത്. ഇവിടെ അജ്ഞാനത്തെയും ലൗകികമായ കെട്ടുപാടുകളെയും ഇല്ലാതാക്കി ജ്ഞാനത്തിലേക്ക് നയിക്കുന്ന ശിവന്റെ ശക്തിയെയാണ് അത് പ്രതിനിധീകരിക്കുന്നത്. ശരി, അപ്പോൾ നമുക്ക് തിരിച്ച് നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് വരാം. ശിവപുരാണം വെറുമൊരു പുരാതന ഗ്രന്ഥം എന്നതിലുപരി കലിയുഗത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ളൊരു കൃത്യമായ പരിഹാരമായാണ് സ്വയം അവതരിപ്പിക്കുന്നത്. ഇതൊരു ചെറിയ അവകാശവാദമല്ല, വളരെ ശക്തമായ ഒരു പ്രഖ്യാപനമാണിത്. മോക്ഷം നേടാൻ ഒരുപാട് വഴികളുണ്ടായിരിക്കാം, പക്ഷേ കലിയുഗത്തിൽ ശിവപുരാണം കേൾക്കുക എന്നത് അതിലേക്കുള്ള ഏറ്റവും ലളിതവും ഉറപ്പുള്ളതുമായ മാർഗമാണെന്ന് ഈ ഗ്രന്ഥം തറപ്പിച്ചു പറയുന്നു. ഈയൊരു ഉപമ വളരെ രസകരമാണ്, അല്ലേ? അതായത് പുരാണം സ്വയം കാണുന്നത് ഒരുതരം മരുന്ന് ആയിട്ടാണ്. കലിയുഗത്തിലെ പ്രശ്നങ്ങൾ കാരണം രോഗാതുരമായ മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള ഒരു ദിവ്യ ഔഷധം. 1000 വലിയ യാഗങ്ങൾ ചെയ്യുന്നതിനേക്കാൾ പുണ്യം ഈ കഥ കേൾക്കുന്നതിലൂടെ ലഭിക്കുമെന്നാണ് പറയുന്നത്. പുരാണം വെറുതെ ഇങ്ങനെ അവകാശപ്പെടുക മാത്രമല്ല ചെയ്യുന്നത്. ഈ ശക്തിക്ക് തെളിവായി കേൾക്കുന്നവരുടെ ജീവിതം മാറ്റിമറിച്ച് ഒരുപാട് കഥകളും അതിലുണ്ട്. നമുക്ക് അത്തരത്തിലുള്ള ചില കഥകൾ നോക്കാം. ദേവരാജന്റെ കഥ തന്നെ എടുക്കാം. ഒരു ബ്രാഹ്മണനായിരുന്നിട്ടും ചെയ്യാവുന്ന പാപങ്ങളെല്ലാം ചെയ്ത ഒരാൾ സ്വന്തം മാതാപിതാക്കളെ പോലും കൊന്നു. പക്ഷേ മരണക്കിടക്കയിൽ വെച്ച് യാദൃശ്ചികമായി എവിടെ നിന്നോ ശിവപുരാണം പാരായണം ചെയ്യുന്നത് കേൾക്കാനിടയായി. അത്രമാത്രം അവനെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വന്ന യമദൂതന്മാരെ തടഞ്ഞ് ശിവന്റെ ഗണങ്ങൾ വന്ന് അവനെ നേരെ കൈലാസത്തിലേക്ക് കൊണ്ടുപോയി. കഥ കേൾക്കുന്നതിന്റെ ശക്തിക്ക് ഇതിലും വലിയൊരു ഉദാഹരണം വേണോ? ഇനി ചഞ്ചുളയുടെയും ബിന്ദുഖന്റെയും കഥ നോക്കൂ. പാപവഴിയിൽ സഞ്ചരിച്ച ചഞ്ചുള ശിവപുരാണം കേട്ട് പശ്ചാത്തപിച്ച് സ്വയം രക്ഷപ്പെടുന്നു. പക്ഷെ കഥ അവിടെ തീരുന്നില്ല. അവളുടെ ഭർത്താവ് പാപങ്ങൾ കാരണം ഒരു പിശാചായി അലയുകയായിരുന്നു. അവനെ രക്ഷിക്കാനും അവൾ ഇതേ മാർഗം ഉപയോഗിച്ചു. അവനുവേണ്ടി പുരാണം കേൾപ്പിച്ചു. ആ കഥയുടെ ശക്തി കൊണ്ട് ആ പിശാചിനു പോലും മോക്ഷം ലഭിച്ചു. അതായത് സ്വയം രക്ഷപ്പെടാൻ മാത്രമല്ല, മറ്റുള്ളവരെ രക്ഷിക്കാനും ഈ കഥകൾക്ക് കഴിയും. അപ്പോ ഈ പുരാണം വെറുതെ റേഡിയോ കേൾക്കുന്നത് പോലെ കേട്ടാൽ മതിയോ? പോരാ, അതിന് ചില ചിട്ടവട്ടങ്ങളൊക്കെയുണ്ട്. പുരാണത്തിന്റെ പൂർണ്ണമായ ഫലം കിട്ടണമെങ്കിൽ
കേൾക്കുന്നയാൾ പാലിക്കേണ്ട ചില നിയമങ്ങളുണ്ട്. ഒരുതരം യൂസർ മാനുവൽ പോലെ. ഒരു നല്ല കേൾവിക്കാരൻ എങ്ങനെയായിരിക്കണം, മോശം കേൾവിക്കാരൻ എങ്ങനെയായിരിക്കുമെന്ന് പുരാണം കൃത്യമായി പറയുന്നുണ്ട്. മനസ്സ് ശുദ്ധമായിരിക്കണം, ശ്രദ്ധ മുഴുവൻ കഥയിലായിരിക്കണം, വിനയത്തോടെയും ബഹുമാനത്തോടെയും ആയിരിക്കണം ഇരിക്കേണ്ടത്. അല്ലാതെ അഹങ്കാരത്തോടെയോ കഥാകാരനെ പുച്ഛിച്ചുകൊണ്ടോ വെറ്റിലമുറുക്കിക്കൊണ്ടോ കഥ കേട്ടാൽ അതിന്റെ ഫലം കിട്ടില്ലെന്ന് മാത്രമല്ല, ദോഷം സംഭവിക്കുകയും ചെയ്യും. അപ്പോൾ കേൾക്കുന്ന പ്രവൃത്തി പോലെ തന്നെ കേൾവിക്കാരന്റെ മനോഭാവവും വളരെ പ്രധാനമാണ്. ഈ നിയമങ്ങൾ തെറ്റിച്ചാലുള്ള ശിക്ഷയും സാധാരണ ശിക്ഷയല്ല, വളരെ കൃത്യമായി പറയുന്നുണ്ട്. കഥ കേൾക്കുമ്പോൾ വെറ്റില മുറുക്കിയാൽ നരകത്തിൽ മലം തിന്നേണ്ടിവരും. കഥ പറയുന്ന ആളെക്കാൾ ഉയർന്ന ഇരിപ്പിടത്തിലിരുന്നാൽ അടുത്ത ജന്മത്തിൽ കാക്കയായി ജനിക്കും. കഥാകാരനെ വിമർശിച്ചാൽ പിന്നെ 100 കണക്കിന് ജന്മം നായയായി അലയേണ്ടിവരും. ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാവും, ഇതൊരു സാധാരണ കഥ കേൾക്കലല്ല, അതീവ ഗൗരവത്തോടെ ചെയ്യേണ്ട ഒരു പുണ്യകർമ്മമായാണിതിനെ കാണുന്നത്. അപ്പോ ഇതെല്ലാം കേട്ടുകഴിയുമ്പോൾ നമ്മൾ എന്താണ് ശരിക്കും മനസ്സിലാക്കേണ്ടത്? ശിവപുരാണം മുന്നോട്ട് വയ്ക്കുന്ന ആശയം കേവലം ഒരു കഥ എന്നതിനപ്പുറം വളരെ ആഴത്തിലുള്ള ഒന്നാണ്. ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പാരമ്പര്യത്തിൽ കഥകൾ വെറുമൊരു നേരമ്പോക്കല്ല, അവ ഒരുതരം സ്പിരിച്വൽ ടെക്നോളജിയാണ്. നമ്മുടെ ബോധത്തെ, നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനും പാപത്തിന്റെ കറകൾ കഴുകിക്കളയാനും ഒടുവിൽ നമ്മളെ മോക്ഷത്തിലേക്കെത്തിക്കാനും രൂപകൽപ്പന ചെയ്ത ശക്തമായ ഒരു ഉപകരണം. ആഖ്യാനത്തിന് അത്രയേറെ ശക്തിയുണ്ട്. പുരാണത്തിന്റെ ഈ ആശയം നമ്മളെ ഇന്നത്തെ ഒരു ചോദ്യത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഒരു പുസ്തകമോ ഒരു സിനിമയോ ഒരു പ്രസംഗമോ നമ്മുടെ ജീവിതത്തെ മൊത്തത്തിൽ മാറ്റിമറിക്കാൻ ശക്തിയുണ്ടെന്ന് നമുക്ക് തോന്നിയ ഏതെങ്കിലും കഥകൾ ഇന്നത്തെ കാലത്തുണ്ടോ? ഒരു പക്ഷേ രൂപവും ഭാവവും മാറിയെന്നിരിക്കാം, പക്ഷേ ആഖ്യാനത്തിന്റെ ശക്തി, കഥകളുടെ ശക്തി, അതൊരു പക്ഷേ ഇന്നും അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ടാവാം, അല്ലേ?